ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷനായിരുന്ന അഭിമന്യ മാർ ജോസഫ് പൗത്യ പിതാവിൻ്റെ ചരമവാർഷികം ഇന്നേ ദിവസം ആചരിക്കുകയാണ്. വളരെ വേദനയോടുകൂടി ആയിരിക്കുന്ന ഒരു സമയമാണ്. അഭിമന്യ പൗത്യ പിതാവിൻ്റെ കുറവ് വലിയൊരു കുറവ് തന്നെയാണ്. നിലപാടുള്ള വ്യക്തിത്വമായിരുന്നു വന്യപിതാവ്. നിലപാടുകളുടെ വ്യക്തിത്വമായിരുന്നു വന്യപിതാവ്. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചു. വചനത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. പിതാവ് സഭയുടെ നന്മയ്ക്ക് വേണ്ടി ഒത്തിരിയേറെ ഓട്ടങ്ങൾ നടത്തി. സഭയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്ത വ്യക്തിത്വമാണ്. എൻ്റെ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഞാൻ പിതാവുമായിട്ട് ചേർന്ന് നിന്ന് തിരുവനന്തപുരത്ത് ദീർഘകാലം ശുശ്രൂഷ ചെയ്ത സമയത്ത് ഭരണസിരാകേന്ദ്രവുമായി ഒത്തിരിയേറെ ബന്ധങ്ങളുള്ള ആ ഒരു സമയം വന്യപിതാവ് എത്രമാത്രം താല്പര്യവും ത്യാഗവും എടുക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞത് പിതാവ് വെളുപ്പിന് 3 മണിയാകുമ്പോഴത്തേക്കും എഴുന്നേറ്റതിന് ശേഷം ഒരു 3:30 ആകുമ്പോഴത്തേക്ക് എന്നെ വിളിക്കും. അച്ഛനൊരു കാര്യം ചെയ്യണം പെട്ടെന്ന്. എന്താ പിതാവേ? അതായത് ഇന്ന് നിയമസഭയിൽ ഒരു ബില്ല് പാസ്സാക്കാനും ബില്ല് അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഞാൻ തരുന്ന ഈ നോട്ട് ബഹുമാനപ്പെട്ട MLA ആയിരുന്ന മന്ത്രിയുമായിരിക്കുന്ന റോഷി അഗസ്റ്റിൻ സാറിനടുത്ത് ഈ നോട്ട് കൊണ്ട് കൊടുക്കണമെന്ന് പിതാവ് പറയുകയാണ്. ഞാൻ പിതാവ് തരുന്ന നിർദ്ദേശം അപ്പാടെ എഴുതി രേഖാമൂലം ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ സാറിനടുത്ത് കൊണ്ട് കൊടുക്കും. അത് പിതാവ് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. രാവിലെ നിയമസഭ 8 മണിക്ക് തുടങ്ങും. സഭ തുടങ്ങുമ്പോഴത്തേക്ക് ഈ ബില്ല് അവതരിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ ബില്ലുമായി സംബന്ധിച്ച ചർച്ചകൾ വരുമ്പോഴത്തേക്ക് ഇതിനെ എതിർക്കണം. പിതാവ് എത്രയും ജാഗ്രതയോടുകൂടിയാണ് കാര്യങ്ങൾ നിശ്ചയിച്ചിരുന്നത് എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. നിയമസഭയിലെ വിദ്യാഭ്യാസപരമായ ബില്ലുകൾ എടുക്കുമ്പോൾ പിതാവിൻ്റെ ഒരു സന്ദേശമോ ഫോൺ കോളോ എപ്പോഴും പ്രതീക്ഷിക്കാം. പലപ്പോഴും മുണ്ടേടെ സോണിയച്ചൻ വന്ന് വിളിച്ച് ആ കുറിപ്പ് തരും. ഞാനത് ശ്രദ്ധിച്ച് മാണിസാറിനെ കൊണ്ടുപോയി കൊടുക്കും. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഏത് തലത്തിൽ എവിടുന്ന് ശബ്ദമുയർന്നാലും പിതാവിൻ്റെ വാക്കുകൾക്ക് വേണ്ടി കാതോർക്കുന്ന കേരള പൊതുസമൂഹത്തെയാണ് നമ്മൾ കണ്ടത്. പിതാവിൻ്റെ സ്വപ്നം മുഴുവനും സഭയെക്കുറിച്ചും സഭയുടെ നന്മയ്ക്കും വേണ്ടിയിട്ടാണ്. നമ്മുടെ സ്ഥാപനങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോയിക്കൂടാ. സ്ഥാപനങ്ങളുടെ അവകാശങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല. പിതാവ് അതെല്ലാം വളരെ ശക്തമായിട്ട് നോക്കിയിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് സ്വാശ്രയ പ്രശ്നം വന്നപ്പോഴത്തേക്ക് എനിക്ക് നേരിട്ടുണ്ടായ ഒരു അനുഭവമാണത്. പിതാവും ഞാനും മറ്റു പിതാക്കന്മാരും കൂടി, പിതാവ് ഒരു സമയത്ത് ഇന്റർ ചർച്ച് കൗൺസിലിൻ്റെ ചെയർമാനായിരുന്നു. എല്ലാ ഭരണാധികാരികൾക്കും ഭയപ്പാടായിരുന്നു പിതാവിൻ്റെ വാക്കുകൾ എപ്രകാരമായിരിക്കും. അതൊരു പക്ഷേ രാഷ്ട്രീയത്തെ തന്നെ ചലിപ്പിക്കുന്ന രീതിയിൽ, അവരുടെ ഭരണസിരാകേന്ദ്രങ്ങൾക്ക് പോലും ഭയപ്പാട് വരുന്ന രീതിയിൽ പിതാവ് കാര്യങ്ങൾ അവതരിപ്പിക്കുമായിരുന്നു. ഇന്റർ ചർച്ച് കൗൺസിലിൻ്റെ ചെയർമാനായിരുന്ന സമയത്ത് പിതാവിൻ്റെ വാക്കുകൾ കേൾക്കുവാനായിട്ട് അവർ കാതോർത്തിരിക്കുമായിരുന്നു. എന്തായിരിക്കും പിതാവ് പറയാനായിട്ട് പോകുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വിളിക്കുകയും, ചേംബറിൽ വെച്ച് പിതാക്കന്മാരും അഭിമന്യ പിതാവിൻ്റെ നേതൃത്വത്തിലാണ്, മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എല്ലാവരും ഉണ്ട്. പിതാവിന് ആ സമയത്ത് ഈ സ്വാശ്രയ പ്രശ്നം ചർച്ചയിലേക്ക് അതിനൊരു ഒരു തീരുമാനം ഒപ്പിക്കാനായിട്ട് വിളിച്ചു കൂട്ടിയ യോഗത്തിൽ പിതാവ് കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും അത് പറ്റുകയില്ല എന്ന് ആ സമയത്തുണ്ടായിരുന്ന മുഖ്യമന്ത്രി പറയുമ്പോഴത്തേക്ക് ഉടനെ പിതാവ് വളരെ ശക്തമായിട്ട് അതിനെ എതിർക്കുകയാണ്. ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭീഷണിക്ക് വഴങ്ങാൻ വേണ്ടി വന്ന വ്യക്തികളല്ല എന്നും പറഞ്ഞ പിതാവ് ആ സമയത്ത് തന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. ഞാൻ പോലും ചിന്തിച്ചു പോയി, പിതാവിന് എത്ര ധൈര്യമുണ്ടെന്നുള്ളത്. പിതാവിൻ്റെ ഒരു ധൈര്യം നമുക്കൊക്കെ ഒരു ഊർജ്ജം തരികയായിരുന്നു. സഭയ്ക്ക് വേണ്ടി നിൽക്കണം, അത് ആരുടെ മുമ്പിൽ അടിയുറ വയ്ക്കുകയില്ല. നിലപാടുള്ള വ്യക്തിത്വമായിരുന്നു പൗത്യ പിതാവ്. ഇന്ന് പിതാവ് മരിച്ചിട്ട് 1 വർഷമാകുമ്പോൾ പിതാവിൻ്റെ കുറവ് വലിയ കുറവ് തന്നെയാണ്. കാരണം അതുപോലെ നിലപാടുകൾക്ക് വേണ്ടി നിൽക്കാനായിട്ട് ഇന്ന് ആരുമില്ല. കാരണം അതിനകത്തുണ്ടാകുന്ന ലാഭമൊന്നും പിതാവ് ചിന്തിക്കുന്നില്ല. എനിക്ക് ലാഭമൊന്നും വേണ്ട, ഇത് സഭയുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. ധൈര്യശാലിയായിരുന്നു, സഭയുടെ ജാഗ്രതയുള്ള ഒരു പുത്രനായിരുന്നു. നമുക്ക് നഷ്ടപ്പെട്ടു പോയി വാസ്തവത്തിൽ. പിതാവിനെ ഈ വേർപാട് വാസ്തവത്തിൽ അതിന് നികത്താനായിട്ട് മറ്റാരുമില്ല. പിതാവ് കേരള കത്തോലിക്ക സഭയുടെ തലവനായിട്ടും ഭാരത കത്തോലിക്ക സഭയുടെ തലവനായിട്ടുണ്ടായിരുന്നപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, പിതാവിൻ്റെ വാക്കുകൾ കേൾക്കാനായിട്ട് മറ്റു മെത്രാന്മാർ അതോർത്തിരിക്കുമായിരുന്നു. എന്താണ് പൗത്യ പിതാവ് പറയുന്നത്? അത് ശ്രദ്ധയോടെ മറ്റ് സഭകളുടെ പിതാക്കന്മാർ കരുതലോടെ ജാഗ്രതയോടെ കാത്തിരിക്കുമായിരുന്നു പിതാവ് പറയുന്ന വാക്കുകൾ കേൾക്കാൻ. അതിനകത്ത് എന്തെങ്കിലും കാണും, എന്തെങ്കിലും ആശയങ്ങൾ കാണും. അത്രയും താല്പര്യം വന്യപിതാവിനോട് സഭാ സമൂഹത്തിനുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇന്റർ ചർച്ച് കൗൺസിലിൻ്റെ ചെയർമാനായിരുന്ന സമയത്ത് വ്യത്യസ്ത സഭാ കൂട്ടായ്മകൾ
അതിനെ ഒന്നിപ്പിക്കുവാനും എക്യുമെനിസത്തിന് നേതൃത്വം കൊടുത്തതുകൊണ്ടൊക്കെ പിതാവിന് ഇൻ്റർ ചർച്ച് കൗൺസിലിൻ്റെ ചെയർമാനായിട്ട് വെച്ച് തന്നെ ഒത്തിരിയേറെ കാര്യങ്ങൾ പിതാവിന് ചെയ്യുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് പിതാവിൻ്റെ വേർപാട് നമുക്ക് ദുഃഖമുണ്ട്. വേർപാടിൻ്റെ 1-ാം വാർഷികം ഇന്ന് അനുസ്മരിക്കുന്ന ദിനവുമാണല്ലോ. പിതാവിനെ ആദരപൂർവ്വം സ്നേഹത്തോടുകൂടി ഈ അവസരത്തിൽ ഓർക്കുകയും പിതാവിൻ്റെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും.